അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെ പിടിച്ചുലയ്ക്കുന്ന പുതിയ നീക്കങ്ങളുമായി ട്രംപ് ഭരണകൂടം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയെ പിന്തുണയ്ക്കാൻ വിമുഖത കാണിക്കുന്ന നാറ്റോ സഖ്യകക്ഷികൾക്കെതിരെ കടുത്ത പ്രതികാര നടപടികളിലേക്ക് കടക്കാനാണ് പെന്റഗണിന്റെ നീക്കം. സ്പെയിനിനെ നാറ്റോയിൽ നിന്ന് പുറത്താക്കുന്നതിനെക്കുറിച്ചും ഫോക്ലാൻഡ് ദ്വീപ് വിഷയത്തിൽ ബ്രിട്ടനെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനെക്കുറിച്ചും US പ്രതിരോധ വകുപ്പ് ആലോചിക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റോയിട്ടേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പെന്റഗണിന്റെ ടോപ്പ് പോളിസി അഡ്വൈസറായ എൽബ്രിഡ്ജ് കോളിബി തയ്യാറാക്കിയ ആഭ്യന്തര ഇമെയിലാണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വ്യോമപാതയോ സൈനിക താവളങ്ങളോ ഉപയോഗിക്കാൻ അനുമതി നൽകാൻ ചില രാജ്യങ്ങൾ വിസമ്മതിച്ചതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. നാറ്റോ സഖ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കടമയാണ് ABO സൗകര്യങ്ങൾ നൽകുക എന്നത്. അത് നൽകാൻ തയ്യാറാക്കാത്ത രാജ്യങ്ങൾ സഖ്യത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നാണ് മെയിലിൽ വ്യക്തമാക്കുന്നത്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടുകളെ പിന്തുണയ്ക്കാത്ത സ്പെയിനിനെതിരെ കടുത്ത നടപടികൾക്ക് പെന്റഗൺ ഒരുങ്ങുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാരും പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ഇറാൻ ആക്രമണത്തിനായി തങ്ങളുടെ മണ്ണോ സൈനിക താവളങ്ങളോ വിട്ടു നൽകില്ലെന്ന് വ്യക്തമാക്കിയതാണ് ട്രംപ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചത്. സ്പെയിൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വിശ്വസ്ത സഖ്യകക്ഷിയാണെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലും തങ്ങൾ പങ്കാളികളാകില്ലെന്ന ഉറച്ച നിലപാടാണ് സാഞ്ചസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ സ്പെയിനിനെ നാറ്റോ സഖ്യത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ പെന്റഗണിൽ സജീവമാണ്. സ്പെയിനിനെ നാറ്റോയിലെ നിർണായകമായ തീരുമാനങ്ങളിൽ നിന്നും പ്രധാന പദവികളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് സഖ്യത്തിൽ അവരുടെ സ്വാധീനം കുറയ്ക്കുക എന്നതാവാം അമേരിക്കയുടെ ആദ്യഘട്ടത്തിലുള്ള പ്രതികാര നടപടി. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബ്രിട്ടനും ഇത്തവണ ട്രംപിന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഇറാൻ വിരുദ്ധ നീക്കങ്ങളിൽ അമേരിക്കൊപ്പം നാവികസേനയെ അയക്കാൻ ബ്രിട്ടൻ വിസമ്മതിച്ചിരുന്നു. ഇതിന്റെ പ്രതികാരമെന്നോണം ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഫോക്ലാൻഡ് ദ്വീപുകളുടെ മേലുള്ള ബ്രിട്ടന്റെ അവകാശവാദത്തെ ഇതുവരെ പിന്തുണച്ചിരുന്ന US നിലപാട് പുനഃപരിശോധിക്കുമെന്ന് മെയിലിൽ സൂചിപ്പിക്കുന്നു. ഇത് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര തിരിച്ചടിയാണ്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ വലിയ ഇന്ധനവില വർധനവിനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും ഈ നീക്കം കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നാറ്റോ സഖ്യകക്ഷികൾ വേണ്ടത്ര സഹകരിക്കാത്തതിൽ രൂക്ഷമായ വിമർശനവുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾ വെറും പേപ്പർ ടൈഗറുകൾ മാത്രമാണെന്നും അമേരിക്ക അവർക്കായി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിർണായകമായ ഘട്ടത്തിൽ അവർ കൂടെ നിൽക്കില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. ഇതിന്റെ തുടർച്ച എന്നോണം ഏപ്രിൽ 1 നൽകിയ ഒരു അഭിമുഖത്തിൽ അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ച് താൻ ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന കടുത്ത ഭീഷണിയും അദ്ദേഹം മുഴക്കിയിട്ടുണ്ട്. അതേസമയം നാറ്റോയുടെ നിയമങ്ങൾ അനുസരിച്ച് ഒരു അംഗരാജ്യത്തെ പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യാനോ ഉള്ള വ്യക്തമായ വകുപ്പുകളില്ലെന്ന് സഖ്യത്തിലെ മറ്റു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എങ്കിലും അമേരിക്കയെ പോലൊരു വൻ ശക്തി ഇടയുന്നത് സഖ്യത്തിന്റെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നത്തിലാക്കുകയാണ്. ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ എങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇറാൻ അമേരിക്ക സംഘർഷം കേവലം ഒരു യുദ്ധമായി ഒതുങ്ങാതെ പതിറ്റാണ്ടുകളായുള്ള നാറ്റോ സഖ്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന നയതന്ത്ര പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. സ്പെയിനിനെ പുറത്താക്കുമെന്ന ഭീഷണിയും ബ്രിട്ടനെതിരെ US നിലപാടുകളും സൂചിപ്പിക്കുന്നത് അമേരിക്കൻ വിദേശ നയത്തിൽ വന്ന വലിയ മാറ്റത്തെയാണ്. നാറ്റോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണിത്. അമേരിക്ക സഖ്യത്തിൽ നിന്ന് പിന്മാറുമോ അതോ സഖ്യകക്ഷികൾ ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നത് വരും ദിവസങ്ങളിലെ ചർച്ചകളെ ആശ്രയിച്ചിരിക്കും. ഏതായാലും ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായാണ് ഈ സംഭവ വികാസങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്.